അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നബിദിനമാഘോഷമായി കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് ഒരു വെപ്രാളമാണ്. കഴിഞ്ഞ തവണ നബിദിനമാഘോഷത്തിന് സജീവമായ ആളുകൾ പലരും ഇത്തവണ നബിദിനമാഘോഷത്തിന് പലയിടത്തും കാണുന്നില്ല. അവർ നേർക്കുനേരെ എതിർത്ത് വരുന്നില്ല എങ്കിലും അവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പോൾ അത്തരക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പല രീതിയിലുള്ള നാടകങ്ങൾ നടത്താറുണ്ട്. നേർക്കുനേരെ തെളിവുകൾ പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളത് മുസ്ലിയാക്കന്മാർക്ക് തന്നെ അറിയാം. പല മുസ്ലിയാക്കന്മാരുടെയും പ്രഭാഷണങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അത് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നബിദിനമാഘോഷം പ്രവാചകനും സഹാബാക്കളും ആഘോഷിച്ചില്ല എന്നത് ശരി തന്നെയാണ് എന്ന് സിംസാറുൽ ഹഖ് ഉദവി സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അതുപോലെ അവരുടെ പല ലേഖനങ്ങളിലും പ്രവാചകനും സഹാബാക്കളും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയുള്ളത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. എന്നാൽ നബിദിനമാഘോഷമാകട്ടെ സുന്നത്താണ്. രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതും ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതുമാണ്. പക്ഷെ എന്തില്ല, കൃത്യമായി പ്രമാണങ്ങൾ എവിടെയും തെളിവില്ല. കാരണം നബിദിനമാഘോഷം ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ തുടക്കക്കാരൻ ആരായിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കണം. അതുപോലെ സഹാബാക്കളായിരിക്കണം. അവരാരും തന്നെ ആഘോഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ തെളിവുണ്ടാക്കും? മുസ്ലിയാക്കന്മാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചും ഹദീസ് ദുർവ്യാഖ്യാനിച്ചും അതുപോലെ തന്നെ മുജാഹിദിന്റെ മുൻഗാമികളായ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പയറ്റി നോക്കി. പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. പിന്നീട് മുസ്ലിയാക്കന്മാർ അടവ് മാറ്റാൻ തുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി മുസ്ലിയാക്കന്മാർ അണികളെ പിടിച്ചു നിർത്താൻ ചെയ്തത് മുസ്ലിയാർ വഹാബിക്ക് അയച്ച കത്ത് ലീക്കായി, അല്ല പിശാജ് വഹാബിക്ക് അയച്ച കത്ത് ലീക്കായി. ആ കത്ത് ലീക്കായിട്ട് കിട്ടിയത് എവിടെ? ഒരു മുസ്ലിയാർക്ക്, അല്ല പിശാജിന്. എന്നിട്ടത് വലിയ കാര്യമായിക്കൊണ്ട് മുസ്ലിയാർ അങ്ങനെ സൗണ്ടൊക്കെ മാറ്റി അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു, സമാധാനം കണ്ടെത്തി. അത് നമ്മൾ കയ്യോടെ പൊക്കി മുസ്ലിയാക്കന്മാരുടെ തലയ്ക്കിട്ട് തന്നെ കെട്ടിവെച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഫോൺ ക്ലിപ്പാണ്. ഒരു മുസ്ലിയാർ മറ്റൊരു മുസ്ലിയാരെ ഫോൺ ചെയ്തുകൊണ്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് വീഡിയോ ഇറക്കി, അതും ചീറ്റി. പിന്നീട് ഇതുപോലെ പലതും അവർ പയറ്റി നോക്കി. ഒന്നും തന്നെ മുസ്ലിയാക്കന്മാർ വിചാരിച്ച രൂപത്തിൽ ക്ലച്ചായി കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഇത്തവണയുടെ ഒരു സാധനം ഇറക്കിയിട്ട് അതും നമ്മൾ ഇതാ കയ്യോടെ പിടികൂടുകയാണ്. വലിയ ഒരു സാലിഹായ സൽക്രമമായിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. നബിദിനം ആഘോഷത്തിന് തെളിവുമായി രണ്ട് മുസ്ലിയാക്കന്മാർ, ഒന്ന് തലയ്ക്കെട്ടിട്ട മുസ്ലിയാരും ഒന്ന് തലയ്ക്കെട്ട് കെട്ടാത്ത മുസ്ലിയാരും. അതിനു മുമ്പേ ഒരു കാര്യം, വലിയ മുസ്ലിയാക്കന്മാരെ ഇത് ഞങ്ങളാരും കണ്ടില്ല, ഇതുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ക്ലിപ്പും കൊണ്ടൊന്നും ഞങ്ങളെ നേരെ വരണ്ട എന്നൊന്നും പറഞ്ഞ് തടിയൂരാൻ നിൽക്കേണ്ട. കുറച്ച് ദിവസങ്ങളായി ഇത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നു. ഞങ്ങൾ ഇത് മിണ്ടാതിരുന്നത് നിങ്ങളെപ്പോലെയുള്ള വലിയ മുസ്ലിയാക്കന്മാർ ആരെങ്കിലും വന്ന് കാർട്ടൂൺ രൂപത്തിലൊന്നും ഞങ്ങൾ വീഡിയോ ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആരും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സമസ്ത മുസ്ലിയാക്കന്മാരെ ഇത് ഞങ്ങളുമായി ബന്ധമില്ല എന്നൊന്നും പറഞ്ഞ് തടിയൂരണ്ട. ഈ വീഡിയോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനൽ ഞാൻ പരിശോധിച്ച സമയത്ത് EK വിഭാഗവുമായി ബന്ധമുള്ള ആളാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിരവധി ഇത്തരം കാർട്ടൂൺ രൂപത്തിലുള്ള വീഡിയോകളും കാണുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇത് നിങ്ങൾ വലിയ സ്വാലിഹായ സൽക്രമമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് പതിപോലെ തക്ബീർ ചൊല്ലി പാസ്സാക്കാം. അതല്ല, നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഇറക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ അതൊന്ന് തുറന്ന് പറയണം. നമുക്ക് രണ്ട് മുസ്ലിയാക്കന്മാരുടെയും സംസാരം കേൾക്കാം. സഹോദരങ്ങൾ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് മുസ്ലിയാക്കന്മാരെയാണ്. ഒരു മുസ്ലിയാർ തലയൊന്നും മറക്കാതെ മുടിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നു. മറ്റൊരു മുസ്ലിയാർ നല്ല തലക്കെട്ടൊക്കെ കെട്ടി ഖുർആനൊക്കെ പിടിച്ചുകൊണ്ടുള്ള മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ EK വിഭാഗത്തിന്റെ ടീമായി ഇറക്കിയത് കൊണ്ട് നമുക്ക് ഈ മുസ്ലിയാക്കന്മാർക്ക് രണ്ടാക്കും നമുക്ക് ഓരോ പേര് നൽകാം. ഇവരുടെ വലിയ നേതാക്കന്മാർ തന്നെ ആയിക്കോട്ടെ. ഒന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മറ്റൊന്ന് അമ്പലക്കടവ് അമീദ് ഫൈസി. ഇനി അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ ചോദ്യമാണ് നമ്മൾ ആദ്യം കേൾക്കാൻ വേണ്ടി പോകുന്നത്. തലമറക്കാത്ത വ്യക്തിയാണ് അമ്പലക്കടവ് അമീദ് ഫൈസി. മറ്റേ താടിയൊക്കെ നിറച്ച് ഏകദേശം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആ കോലത്തിൽ തന്നെയുണ്ട്. ഇത് EK വിഭാഗത്തിന്റെ നേതാക്കന്മാർ ഇറക്കിയ വീഡിയോ ആകുമ്പോൾ നമുക്ക് ഇവർക്ക് എന്തൊക്കെ പേര് വേണ്ടേ, അതുകൊണ്ടാണ് ഈ പേരിട്ടത്. ബേജാറൊന്നും വേണ്ട, കമന്റ് ബോക്സിൽ ഒന്ന് തെറിയൊന്നും വിളിക്കണ്ട. ഇങ്ങനെയുള്ള ഏർപ്പാടുമൊക്കെ ആയി നേരിടാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മറുപടിയും പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് ആ ഫൈസിയുടെ ചോദ്യം കേൾക്കാം. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോ? നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തെളിവുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ചില്ലേ? തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നതിന് തെളിവുണ്ടോ എന്നാണ് ജിഫ്രിയോട് ഫൈസി ചോദിക്കുന്നത്. ശരിക്കും ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എന്താണ് ചോദ്യം? നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തെളിവുണ്ടോ? എന്താണ്? തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നതിന് തെളിവുണ്ടോ എന്നാണ് ജിഫ്രിയോടുള്ള ചോദ്യം. വളരെ വ്യക്തമായും കൃത്യമായും പ്രമാണബദ്ധമായും നമ്മുടെ ജിഫ്രി മറുപടി പറയുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനമായ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനമായ എല്ലാ തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോമ്പനുഷ്ഠിക്കാനുള്ള തെളിവായി അല്ലെ? അവിടെ എവിടെയെങ്കിലും പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ഈ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ടോ? അതായത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, അതായത് ഇന്ന് മുസ്ലിയാക്കന്മാർ ആഘോഷിക്കുന്ന രൂപത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഈ പറയുന്ന തിങ്കളാഴ്ച നോമ്പ് നോക്കണം എന്ന് തെളിവ് പിടിച്ചുകൊണ്ട് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ആഘോഷിച്ചതായി, അതായത് സഹാബാക്കൾ ആഘോഷിച്ചതായി, ഈ പ്രവാചകന്റെ പത്നിമാർ ആഘോഷിച്ചതായി, സഹാബ വനിതകൾ ആഘോഷിച്ചതായി ഒക്കെ വല്ല രേഖയുമുണ്ടോ? നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് എന്ന് പറയുന്ന മാസികയാണ്.
അതിൽ പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. അതായത് നബിദിനം ആഘോഷം ആദ്യ 3 നൂറ്റാണ്ടിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്നതല്ല എന്ന് വ്യക്തമായി സമസ്തയുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ സഹാബാക്കൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് വ്യക്തമാണല്ലോ. സംശയമുണ്ടോ? ഒന്നുകൂടി നമുക്ക് നോക്കാം. EK വിഭാഗത്തിന്റെ നേതാവായ വഹാബുദ്ദീൻ മുഹമ്മദ് നദവി എന്ന് പറയുന്ന മുസ്ലിയാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്താണ് ഇതിൽ പറയുന്നത്? ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം ഹിജ്റ 365-567 ബ്രാക്കറ്റിൽ തങ്ങളുടെ ഭരണകാലത്ത് മൗലൂദുൻ നബി ആഘോഷിച്ചിരുന്നു. പക്ഷെ ആദ്യമായി നബിദിനമാഘോഷം നടത്തിയത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഇർബൽ ഭരിച്ചിരുന്ന മുദഫർ അബു സഈദ് കുക്കുംബുരിയാണെന്ന് ചരിത്രകാരന്മാരുടെ പക്ഷം. എന്താണ് ചരിത്രകാരന്മാരുടെ പക്ഷം? ഇത് മുദഫർ രാജാവിന്റെ ഭരണകാലത്താണ് തുടക്കം കുറിച്ചത് എന്നാണ്. നമുക്ക് ഇവരുടെ വലിയ നേതാവായ താവ മുസ്ലിയാരുടെ പാട്ടിലൂടെയും ഒന്ന് കേൾക്കാം. മുസ്ലിയാക്കന്മാർ നിരന്തരം പാടുന്നതാണ്. ആ പേജാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3-ാം ഭാഗത്താണ് ഈ പറയപ്പെടുന്ന വരികൾ ഉള്ളത്. ഇനി ഇതിന്റെ തൊട്ട് ശേഷം അങ്ങനെയുണ്ട്, തൊട്ട് മുമ്പ് അങ്ങനെയുണ്ട്, ഇടക്ക് നടത്തി മുറിച്ചതാണ് എന്നുള്ള കുബൂരി നാടകമൊന്നും ഇവിടെ നടത്തണ്ട. കൃത്യമായി നിങ്ങൾ പേജാണ് കാണുന്നത്. അതിൽ നിന്നാണ് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു. എന്താണ് ഇതിൽ പറയുന്നത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാഫി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മലിക്കുൽ മുവഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വൻധർമ്മിഷ്ഠനാം. മൗലിദ് കഴിക്കൽ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ പറയപ്പെട്ടതിന് എതിരായി ഒന്നുമില്ലല്ലോ. നബിദിനം ആഘോഷം തുടക്കം കുറിച്ചത് മുദഫർ രാജാവിന്റെ ഭരണകാലത്താണ്. അയാൾ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്, അയാൾ വലിയ ധർമ്മിഷ്ഠനാണ് എന്നൊക്കെയാണല്ലോ ഈ പുസ്തകത്തിലുള്ളത്. വേറൊന്നുമില്ലല്ലോ. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്ന നബിദിനം ആഘോഷത്തിന് തുടക്കം കുറിച്ചതാരാണ്? മുദഫർ രാജാവാണ് എന്ന് ഇവരുടെ താഴ്വ എഴുതി വെച്ച പുസ്തകം, അതായത് സമസ്തയുടെ പുസ്തകത്തിൽ തന്നെ പ്രവാചകനും സഹാബാക്കളും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കേട്ട ഫൈസിയുടെ ചോദ്യം എന്തായിരുന്നു? നബിദിനം ആഘോഷത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജിഫ്രി കൊടുത്ത മറുപടി എന്തായിരുന്നു? തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ചായിരുന്നു. അതാണ് നമ്മുടെ തർക്കമെങ്കിൽ സ്വാഭാവികമായും താഴ്വയുടെ പാട്ടിൽ എന്താണ് വരേണ്ടത്? തിങ്കളാഴ്ച നോമ്പ് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞിട്ടാണല്ലോ പാട്ട് വരേണ്ടത്. അവിടെ വ്യക്തമാണ് തിങ്കളാഴ്ച നോമ്പും നബിദിനം ആഘോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. തിങ്കളാഴ്ച നോമ്പ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. തിങ്കളാഴ്ച നോമ്പെടുക്കാനുള്ള പ്രത്യേകതയായി പറഞ്ഞതെന്നാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, വഹി ഇറങ്ങിയ ദിവസമാണ്, നുബൂവത്ത് ലഭിച്ച ദിവസമാണ് എന്നൊക്കെയാണല്ലോ. അത് പ്രകാരം പ്രവാചകനും സഹാബാക്കളും ഉത്തമ തലമുറക്കാരും 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമൊക്കെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. അതല്ലാതെ അവരാരും പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം നടത്തിയിട്ടില്ല. ഇനി നമ്മൾ മുസ്ലിയാക്കന്മാർ പറയുന്ന വാദം വെച്ചുകൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞാലോ, റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ച വരുന്ന നോമ്പിനെ കുറിച്ചല്ല, എല്ലാ മാസങ്ങളിലും 12-ാം തീയതി വരുന്ന തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ചുമല്ല, എല്ലാ വർഷത്തിലെ എല്ലാ മാസത്തിലെയും എല്ലാ ആഴ്ചയിലും വരുന്ന തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവർ കെങ്കേമമായി ആഘോഷിക്കുന്ന, സുന്നത്താണെന്ന് വാദിക്കുന്ന, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്ന, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ബർത്ത്ഡേ ആഘോഷവും തിങ്കളാഴ്ചയിൽ വരുന്ന നോമ്പുമായി ഒരു ബന്ധവുമില്ല. എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിച്ചതല്ലേ? ആ പൂർത്തീകരിച്ച ദീനിലേക്ക് വല്ലതും കൊണ്ടുവരാൻ നമുക്ക് പാടുള്ളതാണോ? EK സമസ്തയിലെ മുസ്ലിയാർ, നമ്മളാരുമല്ല, നിങ്ങളുടെ മുസ്ലിയാർ തന്നെ പറഞ്ഞു തരും. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കേണ്ടത് നബിദിനമാഘോഷം എന്ന് പറയുന്നത് സുന്നത്താണ് എന്നും ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നുള്ള മുസ്ലിയാക്കന്മാരുടെ വാദവും, അതുപോലെ തന്നെ നബിദിനമാഘോഷത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് ഹിർബൽ ഭരിച്ചിരുന്ന മുദഫർ രാജാവാണ് എന്നുള്ള താഴ്വയുടെ വരിയും, അതുപോലെ തന്നെ വഹാബുദ്ദീൻ നദ്വിയുടെ വരിയും, അതുപോലെ നമ്മൾ നേരത്തെ വായിച്ച സുന്നി വോയിസിലെ വരിയും, അതുപോലെ തന്നെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പോയ സിംസാർ ഹഖുദുവിയുടെ വരികളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിന്റെ തന്നെ സംസാരം കേൾക്കുക. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത് ആവശ്യമില്ലാതെ? ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതല്ലേ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബിതങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതി കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്തൊന്നും കൂട്ടണ്ട.
അതുകൊണ്ട് മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ പുതുതായി ഒന്നും കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് തടയപ്പെടുന്നതുമായ സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൻഗാമികളിൽ നിന്ന് കൃത്യമായ മാതൃക പിൻഗാമികൾക്കുണ്ട്. അതുകൊണ്ട് ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച്, ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച്, ഇബാറത്തുകൾ കൂട്ടിമാറ്റി, പല നാടകവും കളിച്ച്, പല കോപ്രായങ്ങളും കാട്ടിക്കൊണ്ട് ഈ രീതിയിലൊക്കെ വന്ന് ജനങ്ങളെ കബളിപ്പിക്കാം എന്നുള്ള ലക്ഷ്യമാണ് എങ്കിൽ ഇതിനൊക്കെ അല്പായുസേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ നിങ്ങൾ കണ്ടെത്തിയ പല ഏർപ്പാടുകളിൽപ്പെട്ട ഒരു ഏർപ്പാടാണ് ഈ നബിദിനമാഘോഷവും. അതല്ലാതെ മതവുമായി ഇതിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സമർത്ഥിക്കാൻ കൊണ്ടുവരുന്ന തെളിവുകൾക്കപ്പുറം നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഇത് പ്രവാചകനും സഹാബാക്കളും ആഘോഷിച്ചിട്ടില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് എഴുതി വെച്ച പല ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹദീസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രവാചക സ്നേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ട് പ്രവാചക സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന്. മാത്രവുമല്ല പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നതിന്റെ പുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി പ്രമാണങ്ങളിലുണ്ട്. അതുപോലെ ആഘോഷമായി 2 പെരുന്നാളിനെ കുറിച്ച് കൃത്യമായി പ്രമാണങ്ങളിലുണ്ട്. അതുപോലെയുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ കൃത്യമായി പ്രമാണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ ഒരു വളവും ഇവിടെ നടക്കില്ല. ഈ ദീനിന്റെ സംരക്ഷണം ഞങ്ങളുടെ ആരുടെയും കൈകളിലല്ല, അള്ളാഹു തന്നെയാണ് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഗൗരവപൂർവ്വം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.